ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റോസ്മേരി വാട്ടറിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു റോസ്മേരിൻ്റെ ഈ ഒരു പാക്കറ്റ് വന്നിട്ടത്. ഇതാണ് കേട്ടോ പാക്കറ്റ്. അപ്പോൾ ഞാനിത് ഒരു 93 രൂപയ്ക്ക് അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. മീഷോയിൽ ഇപ്പോൾ റേറ്റ് കൂടുതലും കുറയുന്നൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അത് കൂടുന്നും കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കേടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു വീഡിയോ കൂടെ. അപ്പോൾ ദേ നമ്മുടെ കയ്യിൽ ഈ സാധനം കിട്ടിയ മുതൽ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി റിസൾട്ടാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പാക്കറ്റ് വന്നിട്ട്. നമ്മൾ കാണുമ്പോൾ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. ചിലർക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതേ ഇതുപോലെ കുറേ ലീവ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് സാധനം വന്നിട്ട്. നമ്മുടെ ജീരകത്തിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ ഇതുപോലെ കുറേ റോസ്മേരി വാട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 രൂപേൻ്റെ പുറത്തുണ്ടെന്നാണ് ഞാനിതിൻ്റെ അറിഞ്ഞത്. ഞാനിത് ഫ്ലിപ്കാർട്ടിലും അതുപോലെ നൈക്കയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 200ൻ്റെ മുകളിലേക്കാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഈ ഒരു പിക്ചറിന്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വലിയ സമ്പന്നമായ കുടുംബത്തിലൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്കിതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്കിത് പ്രൈസിനും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മടിയുള്ളവരൊന്നും അധികം വാങ്ങാറില്ല. കാരണം ഇതിങ്ങനെ കഴിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ തിളപ്പിച്ചതാക്കണം. അപ്പോൾ സമയമുള്ള അപ്പോൾ ഇത് തിളപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു പാത്രം എടുക്കാം കേട്ടോ. പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ബോട്ടിലുള്ള വെള്ളമാണ് എടുക്കാറുള്ളത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ഒന്ന് ഗ്യാസുമ്മ വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നമ്മളെ ലീവ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 10-15 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാറുന്ന വരെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ ചൂടാറുന്ന വരെ ഒന്ന് റിലാക്സ് ചെയ്യട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടാറിന് ശേഷം നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഇലകളൊന്നും പെടാതെ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് ബോട്ടിലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് അതിനുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അടിപൊളിയാണ്. എനിക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ 1-2 ദിവസത്തിന് ഇങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ കളർ കണ്ടില്ലേ, നമ്മൾ ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചതിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു കിട്ടുന്നത്. കൂടുതൽ തിളപ്പിക്കാതിരിക്കുക, കറുപ്പ് കളറാക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതിലിങ്ങനെ ആക്കിയിട്ട് രാത്രി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞ സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുടിയിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ അടിച്ച പാടെ ഇങ്ങനെ നീരൊക്കെ ഇറങ്ങുന്നവരുണ്ടാവും, തലയിൽ വെള്ളക്കായാലും നീരിറങ്ങുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് അടിച്ച പാട് മുടി ഇങ്ങനെ കെട്ടി വെച്ച് കിടക്കാതിരിക്കുക. അയച്ചിട്ട് മുടി ഒന്ന് ഉണങ്ങുന്നത് വരെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം. രാത്രി അടിക്കുന്നവരൊക്കെ ആയാലും മുടി ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്കിത് കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അടിച്ച പാടിങ്ങനെ കിടന്നാൽ ചിലപ്പം തലയിലൊക്കെ അടിച്ചാൽ ഇങ്ങനെ നീരിറങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് നമ്മളെ ഓരോ മുടികളിങ്ങനെ മാറ്റി നമ്മളെ സ്കാൽപ്പിൽ വേണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് നമ്മളെ സ്കാൽപ്പിലേക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതങ്ങനെ ഓരോ ബ്രഷൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മസാജ് ചെയ്യാറ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അടിപൊളി മാറ്റങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എത്ര ദിവസം വരെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ കൂടുതൽ തണുപ്പുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക. ഒരു മിനിമം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെക്കുന്നതായിരിക്കും സേഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച വരെ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്ര ഉണ്ടാക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഈ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിലിൻ്റെ അങ്ങനെ പകുതി വരെ കിട്ടാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി ലീവ്സിനോടുള്ള ഗുണങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ റോസ്മേരി വാട്ടറൊക്കെ വാങ്ങാൻ പറ്റാത്തവർ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ മുടി കൊഴിച്ചിലും താരനുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലൊരു റിസൾട്ട് തരും കേട്ടോ. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് റിസൾട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മുടിക്ക് മാത്രമല്ല നമ്മളെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ. നമ്മളെ മുഖത്ത് ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി അത് കിട്ടും കേട്ടോ. നമുക്കൊരു ഗ്ലോയിങ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ രാത്രി അടിക്കുന്ന നല്ലത്, കാരണം രാവിലെയൊക്കെ അടിച്ചാൽ നമുക്ക് മുഖത്ത് നമ്മൾ വെയിൽ തട്ടുന്നില്ല, അതുകൊണ്ട് നമ്മളെ സ്കിന്ന് ഒരു ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊന്നുമില്ല, നമ്മളിത് അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടന്നാൽ മതി കേട്ടോ. എനിക്ക് മുഖത്ത് അടിച്ചിട്ടും എനിക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റോസ്മേരി ലീവ്സിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. കൂടാതെ നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം. മുടി വോയിസിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ആൻഡ് ബൈ ബൈ.